ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. വന്ന ഉടനെ തന്നെ രേവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രേവതി വരുന്നുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് രേവതി വന്നതെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി തിരിച്ച് സച്ചിയുടെ അടുത്ത് ഞാൻ അതിന് നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്ന് പറയണേ. ഓഹോ, അപ്പൊ ഞാൻ ലേറ്റ് ആയിട്ട് വന്നപ്പോൾ കഴിച്ചിട്ടായിരിക്കുന്നു വിചാരിച്ചിട്ട് നീ മനഃപൂർവ്വം ഉണ്ടാക്കി വെക്കാതിരുന്നതായിരിക്കും എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകുവാണേ. അല്ല രേവതി, നീ എങ്ങോട്ടാ പോകുന്നത്, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും രേവതിയെ നിർത്തുവാണേ. എനിക്ക് ഉള്ളിൽ ജോലി ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് വീണ്ടും പോകാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ പിന്നീട് ചെയ്യാം. നിനക്ക് ഞാൻ ഒരു കൂട്ടം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുവാണ്. എന്താ മേടിച്ചുകൊണ്ട് വന്നെന്നുള്ള കാര്യം നിനക്ക് അറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതി തിരിച്ച് ചെങ്കല്ലാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. എന്താ ഞാൻ അത് മാത്രമേ വാങ്ങിക്കൊണ്ടുവരുള്ളൂ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ പിന്നെന്താ സിമന്റ് ആണോ എന്ന് ചോദിക്കുകയാണേ. ആള് നല്ല കലിപ്പിലാണ്. അതാണ് ഇങ്ങനെ തറുതല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ എന്താ കല്ല് സിമന്റ് വെച്ച് അടിക്കടിക്ക് പോകുന്നത്? എന്തായാലും ഇനി എന്താണെന്നുള്ള കാര്യം ഞാൻ തന്നെ പറയാന്ന് പറഞ്ഞിട്ട് കവറിനകത്ത് സാരി എടുത്തിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. സച്ചി ഇന്ന് ട്രിപ്പ് പോയിരിക്കുന്നത് കുറച്ച് സാരി ഫേമസ് ആയിട്ടുള്ള എവിടെ ഒരു സ്ഥലത്തേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിക്ക് ഒരു സാരിയുമായിട്ട് വന്നിരിക്കുന്നത്. ഇത് കണ്ടു സാരി എന്ന് പറഞ്ഞു സാരി എടുത്തിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. രേവതി അത് മേടിച്ചിട്ട് ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ അവിടെ വെച്ച് പോവാൻ വേണ്ടി പോവാണ്. അത് കാണുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല രേവതി നീ എങ്ങോട്ടായി പോകുന്നത്? തിരിച്ചു വന്നിട്ട് എന്താന്നുള്ള കാര്യം ചോദിക്കാനുണ്ടോ സച്ചിയുടെ അടുത്ത്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സാരി മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, നീ അത് മേടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ എന്താ പറയേണ്ടതെന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ലേ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്താന്നുള്ള കാര്യം ഒന്നും പറയാതെ നീ എങ്ങോട്ടാ നിന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ പോകുന്നത്? രേവതി, ഇതിന്റെ വില എത്ര എന്നുള്ള കാര്യം അറിയോ? 2500 രൂപയാണ്. ഇത് പട്ടുസാരിയല്ല, പക്ഷേ വേറെ എന്തോ ഒരു പേരാ പറഞ്ഞത്, ഞാൻ മറന്നുപോയി എന്ന് പറയാണ്. സച്ചി ഇത്രയും പറഞ്ഞിട്ട് രേവതി ഓഹോ എന്ന് മട്ടിലിങ്ങനെ നിൽക്കുവാണ്. ഇതെന്താ രേവതി നീ ഓഹോ എന്ന് പറയുന്നത്? 2500 രൂപ എന്ന് പറയുന്നത് നിനക്ക് ചിലപ്പോൾ വലിയൊരു വിലയായിട്ട് തോന്നുന്നുണ്ടാവില്ല അല്ലെ? 40,000 50,000 ഒക്കെ പറഞ്ഞാൽ മാത്രമേ നിനക്ക് അത്ര വലിയ വിലയായിട്ട് തോന്നുള്ളൂ. ഞാനതിന് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോ പിന്നെ നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്? ഞാൻ എന്ത് പറയണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നതെന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് രേവതി ചോദിക്കുമ്പോ ഞാൻ നിനക്ക് പുതിയൊരു സാരി മേടിച്ചോണ്ട് വന്നിരിക്കല്ലേ, അത് നിനക്ക് ഇഷ്ടപ്പെട്ടോ നല്ലതാണോ എന്താന്നുള്ള കാര്യം പറയണ്ടേ? ഓ അങ്ങനെയൊക്കെ പറയണല്ലേ, അതിനെക്കുറിച്ച് സച്ചിനും അറിയാല്ലേ? നീ എന്താ പറയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോ രാവിലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നല്ലോ, പെസറിട്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. പെസറിട്ടോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ രാവിലെ പിന്നെ നിങ്ങൾ എന്താ കഴിച്ചെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അത് ദോശ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഉപ്പുമാവ് വെച്ച് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അതല്ല നിങ്ങളുടെ തല എന്ന് പറയണം കേട്ടോ രേവതി ദേഷ്യത്തോടു കൂടി. ഓ എന്ന് സച്ചി പറയുമ്പോഴേക്കും അതാണ് പെസറിട്ട് എന്ന് പറയണ രേവതി. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ രേവതി എന്നുള്ള കാര്യം ഇപ്പോഴാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ കാരണം എനിക്ക് 50 രൂപയാണ് നഷ്ടം വന്നത്. ഞാൻ കാരണം നിനക്ക് 50 രൂപ നഷ്ടം വന്നോ എന്ന് സച്ചി ചോദിക്കുമ്പോ അതെ, ഇതിന്റെ ചേച്ചിമാരുമായിട്ട് വെച്ച ബെറ്റിനെ കുറിച്ചിട്ട് സച്ചിയുടെ അടുത്ത് പറയാണ്. രേവതി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് സച്ചി രേവതിയെ പുകഴ്ത്തും എന്നുള്ള കാര്യം രേവതി ഉറച്ചു നിൽക്കുമ്പോ അതൊന്നും ഒരിക്കലും നടക്കില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ 50 രൂപ ചേച്ചി രേവതിക്ക് കൊടുക്കുക എന്ന് പറയാണ്. ഇല്ലെങ്കിൽ തിരിച്ച് 50 രൂപ രേവതി അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. സച്ചിയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഫോൺ ചെയ്യുന്ന തിരക്കില് അത് കഴിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടാതെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. രേവതി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് സച്ചിയാണെങ്കിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. നിന്നോടൊന്ന് പെട്ടെന്ന് പോയിട്ട് അങ്ങോട്ട് സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. രേവതി ബെറ്റൊക്കെ വെച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അറിയാതെ പറ്റിപ്പോയതാണ് നിങ്ങളെ വിശ്വസിച്ചിട്ട്, ഇനി എന്തായാലും അത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അല്ലെങ്കിലും രേവതി എനിക്ക് എങ്ങനെ ഇതിനെക്കുറിച്ച് അറിയുന്നത്, നിനക്ക് രാവിലെ പറഞ്ഞുകൂടായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് സച്ചി പറയുന്നത് ഈ കടക്കാരൻ സാരി മേടിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എങ്ങനത്തെ സാരി മേടിച്ചു കൊണ്ടു കൊടുത്തു കഴിഞ്ഞാലും അത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഒന്നെങ്കിൽ വില കൂടുതലാണെന്നോ അല്ലെങ്കിൽ ഈ കളർ സെറ്റ് ആയില്ല എന്നും അല്ലെങ്കിൽ ഈ പൈസയ്ക്ക് ഉള്ളത് ഇല്ല ഇത് എന്ന് അല്ലെങ്കിൽ ഇത് കുറഞ്ഞു പോയി അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയൂ എന്നുള്ള കാര്യം. ഇത്രയൊക്കെ കടക്കാരൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയാളടുത്ത് ബെറ്റടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? കാശല്ല, പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്നുള്ള കാര്യം രേവതി ചോദിച്ചിട്ട് ദേഷ്യം പിടിച്ച് പോകുന്ന സമയത്ത് അതെങ്ങനെയാ രേവതി ശരിയാവുന്നത്? ഇപ്പോ യേശുദാസ് ഒരുപാട് പാട്ട് പാടുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ എല്ലാ പാട്ടും നന്നായി 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 ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റുമോ? അതുപോലെ തന്നെ നീ ഭക്ഷണം ഉണ്ടാക്കിയാൽ നന്നായിരിക്കും, അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു പറയാൻ വേണ്ടി പറ്റുമോ? ഇപ്പോ നീ ചൂടുവെള്ളം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് രേവതി. അത് കേൾക്കുമ്പോൾ രേവതിക്ക് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ രേവതി തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് സച്ചി അത് കാണുന്നില്ലേ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? ഇപ്പോഴും ദേഷ്യത്തിലാണോ രേവതി നീ? ഇപ്പോ രേവതി എന്താ ചെയ്യേണ്ടത്? സോറി ചോദിക്കണോ? സോറിക്ക് പകരമായിട്ട് ഈ സാരി എടുത്തോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ സാരി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ആണെങ്കിൽ ആ സാരി മേടിച്ചോണ്ട് പോയിട്ട് നേരെ അടുക്കളയിൽ ചെന്ന് ഡോർ അടയ്ക്കുകയാണ് കേട്ടോ. രേവതി ചെന്നിട്ട് കഥ കടച്ചല്ലോ. ഇനിയിപ്പോ രേവതിയുടെ ദേഷ്യം മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അറിയാതെ നിൽക്കുവാണ് സച്ചി. പക്ഷേ സച്ചിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് രേവതി ഇതൊക്കെ കുറച്ച് ഓവറാണ്, നീ പോയിട്ട് കഥ കടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തോന്നിയ പോലെ എന്റെ വഴിക്ക് അങ്ങ് ഇറങ്ങി പോകൂട്ടോ. നീ ആരുടെങ്കിലും ഒക്കെ പോയിട്ട് ബെറ്റടിക്കുന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് എങ്ങനെ അറിയുന്നത്? നീ രാവിലെ എന്താ ഉണ്ടാക്കിയത്, എന്തോ സാധനം, അത് വേണമെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കിത്താ, ഞാനത് കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം. ഇപ്പൊ രേവതി നീ പുറത്ത് വരുന്നുണ്ടോ അതോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. രേവതി ഞാൻ പോകട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് സച്ചി സംസാരിക്കുന്നത്. അപ്പോഴും കഥക് തുറന്നിട്ടില്ല കേട്ടോ രേവതി. ശരി എന്തായാലും വിട്ടേക്ക്, ഞാൻ പോവാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചി പോകുമ്പോഴേക്കും കഥക് തുറക്കുന്ന സൗണ്ട്
കേൾക്കുവാണേ. തുറന്നു വരുന്ന രേവതിയാണെന്നുണ്ടെങ്കിൽ സാരി സച്ചി പുതിയത് മേടിച്ചു കൊടുത്തില്ലേ, അത് ഉടുത്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സാരീന്റെ തുമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്നൊക്കെ ഉണ്ട്. അങ്ങനെ സാരി തുമ്പ് ഇങ്ങനെ ചേർത്ത് പിടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നൊക്കെ ഉണ്ട്. സാരിയുടെ ഭംഗി കൊണ്ടാണ്. നന്നായിട്ട് സാരി രേവതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ സച്ചിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. തോടും കൂടിയിട്ടാണ് കേട്ടോ സച്ചിക്ക് അരികിലേക്ക് ചെല്ലുന്നത്. രേവതി, നീ സാരി ഉടുക്കാൻ വേണ്ടി പോയതായിരുന്നോ? ഞാൻ വിചാരിച്ചു ദേഷ്യത്തിലാണ് ഡോർ അടച്ചത് എന്നുള്ള കാര്യം. എന്തായാലും രേവതി, ഈ സാരിയിൽ നീ അടിപൊളിയാണെന്നുള്ള കാര്യം പറയണേ. അല്ലെങ്കിൽ ഞാനെന്ത് അടിപൊളിയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ എപ്പോഴും ഭയങ്കര സുന്ദരിയാണ്. ഇപ്പോ ഈ സാരിയും കൂടി എടുത്തപ്പോ എക്സ്ട്രാ 2 ലാർജ് അടിച്ചത് പോലെയാണെന്നുള്ള കാര്യം പറയണേ. നിങ്ങൾക്ക് വേറെ ഒരു ഉദാഹരണവും കിട്ടിയില്ലേ പറയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ആള് ദേഷ്യം പിടിച്ചിട്ട് മാറി നിൽക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷമാണ് കേട്ടോ സച്ചി ഓർത്തത് രേവതിക്ക് കളിപ്പാവോ എന്നുള്ള കാര്യം. പിന്നെ രേവതി, നീ എന്നോട് ദേഷ്യത്തിലൊന്നും അല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ബെറ്റടിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് പറയണേ. രേവതി, നിന്റെ സാരി കുറച്ച് മടങ്ങിയിരിക്കുന്നുണ്ട്, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് താഴെ ഇങ്ങനെ ശരിയാക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് രേവതി പറയുന്നത്, സച്ചേട്ടൻ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് എന്നെ പുകഴ്ത്തിയിട്ടുണ്ട്, അപ്പോ ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ, അതല്ല രേവതി, നീ എന്തുണ്ടാക്കുന്നു എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഞാനും അതിന് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയണമായിരുന്നു. ഇനി നീ എന്തുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അത് കഴിച്ചിട്ട് ഞാൻ എന്താണെന്നുള്ള കാര്യം പറയും. അഭിപ്രായം എന്താണെങ്കിലും അത് പോരെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സച്ചി അങ്ങ് പോകുമ്പോഴേക്കും സച്ചേട്ടൻ ഒന്ന് നിന്നേ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഫോൺ തരാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തിനാന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും എന്തിനാന്ന് അറിഞ്ഞാൽ മാത്രമേ തരുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ആള് ദേഷ്യം പിടിക്കുമ്പോഴേക്കും, നീ വീണ്ടും തുടങ്ങല്ലേ, നിനക്ക് ഫോണല്ലേ വേണ്ടത്, ഇതാന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഫോണിൽ ഒരു ഫോട്ടോ എടുത്താലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത്രേ ഉള്ളൂ താ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് സെൽഫി എടുക്കുവാണ്. രേവതിക്ക് സാരി മേടിച്ചതിന്റെ കൂടെ തന്നെ മറ്റൊരു കവറും കൂടി ഉണ്ട്. ഇതെന്താ സച്ചേട്ടാ, എനിക്ക് വേറൊരു സാരിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും, അയ്യ നിന്റെ മോഹം കൊള്ളാലോ, അതൊന്നുമല്ല, ഇത് വേറൊരു ഡ്രസ്സാണ്, ഒരു ചെറിയ കുട്ടിയുടെ ഡ്രസ്സാണെന്നുള്ള കാര്യം പറയാണേ. അതിന് നമുക്ക് കുട്ടിയൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഓ സച്ചേട്ടൻ നമുക്ക് പുറക്കാൻ വേണ്ടി പോകുന്ന കുഞ്ഞിന് മേടിച്ചോണ്ട് വന്നതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നാണപ്പെടുമ്പോഴേക്കും, നീ കൂടുതൽ നാണിക്കൊന്നും വേണ്ട, ഇത് അതിനു വേണ്ടി മേടിച്ചതല്ല, നമ്മുടെ ആദിക്ക് വേണ്ടി മേടിച്ചതാണ്. ഞാൻ സാരി മേടിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ആദിയാണ് ഓർമ്മ വന്നത്, അപ്പോ അവന് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ചോദിച്ചിട്ട് രേവതിക്ക് ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവനെ പോയിട്ട് കണ്ടില്ലല്ലോ എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ, നമുക്ക് ഉടനെ തന്നെ പോകാം, പോകുന്ന സമയത്ത് ഈ ഡ്രസ്സ് കൊടുക്കാം എന്നൊക്കെ പറയാണ് കേട്ടോ രണ്ടുപേരും. തുടർന്ന് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിലേക്ക് മഹിമ ചെല്ലുന്നുണ്ട്. മഹിമ വന്നു എന്ന് അറിഞ്ഞിട്ട് ശ്രീകാന്ത് അരികിലേക്ക് ചെന്നിട്ട് എന്താ ആന്റി എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളടുത്ത് പറഞ്ഞൂടെ എന്നുള്ള കാര്യം ആദ്യം മഹിമ ചോദിക്കുമ്പോൾ, എന്തിനെ കുറിച്ചാണ് ആന്റി പറയുന്നത് എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾ പുതിയ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് കേട്ടു എന്ന് പറയുമ്പോൾ, അതെ ആന്റി, അത് കുറച്ച് നാളിനുള്ളിൽ തന്നെ ആരംഭിക്കും. റെസ്റ്റോറന്റ് ആരംഭിച്ചതിന് ശേഷം മതി കുഞ്ഞുങ്ങൾ എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷ പറഞ്ഞല്ലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കണ്ടേ, എന്തിനാണ് ഇതൊക്കെ മാറ്റിവെക്കുന്നത്, പിന്നെ വയസ്സ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടായിരിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് വല്ലാണ്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. ആന്റി, നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്തിരിക്കുന്നു, നിനക്ക് റെസ്റ്റോറന്റ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞ പോരായിരുന്നു, ഞാൻ പണം തരില്ലേ? ഇല്ല ആന്റി, അതൊന്നും വേണ്ട, അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തനിയെ തന്നെ നോക്കിക്കോളാം. ഞങ്ങളുള്ള സമയത്ത് നീ എന്തിനാ കടം വാങ്ങിയിട്ട് കഷ്ടപ്പെടുന്നത്? പേഴ്സിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ശ്രീകാന്ത് എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ആദ്യം ഇത് പിടിക്ക്, ഹർഷയുടെ അച്ഛൻ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ചെക്ക് തന്നതാണ്, എത്ര പണം വേണമെങ്കിലും എടുത്തോളാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാനിതൊന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ, നീ ചോദിച്ചിട്ട് വേണോ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? നിങ്ങൾ എന്തായാലും റെസ്റ്റോറന്റ് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും, ശ്രീകാന്തിന് വർഷയെ നന്നായിട്ട് നോക്കാൻ വേണ്ടി പറ്റും എന്ന് പറയണേ. അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ഞാൻ അവളെ നന്നായിട്ട് നോക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നത് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെറിയ റെസ്റ്റോറന്റില് ഷെഫായിട്ട് ഇരിക്കുന്നത്. നീയും സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് ഒക്കെ ആരംഭിച്ച് നിങ്ങളുടെ ലൈഫും സെറ്റ് ആക്കണം. ഇല്ല ആന്റി എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് തുടങ്ങുമ്പോഴേക്കും, നിങ്ങൾ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരേ ഒരു മകള് മാത്രമാണുള്ളത്, ഞങ്ങൾക്കുള്ളതെല്ലാം അവൾക്കുള്ളത് തന്നെയാണ്, അതുകൊണ്ട് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാൻ ഒരു മടിയും കാണിക്കണ്ട. കുഞ്ഞിന്റെ കാര്യം നിങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകരുത്, അടുത്ത വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കുഞ്ഞു പിറന്ന് കാണണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ആന്റി, ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കുന്നു പറഞ്ഞ് ശ്രീകാന്ത് തുടങ്ങുമ്പോഴേക്കും, എന്തായാലും ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിൽ ജോലി കാണും, പോയിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കും, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് മഹിമ അവിടുന്ന് പോവാണ്. ആന്റി പോകുന്ന സമയത്ത് ഈ ചെക്ക് കൊണ്ട് പോയെന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിൽ മഹിമ അത് കേൾക്കാതെ അവിടുന്ന് പോവാണ്. എന്നാൽ റെസ്റ്റോറന്റ് ആരംഭിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ കേട്ടിട്ട് ശ്രീകാന്തിന്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. നീ ഭയങ്കര ഭാഗ്യവാനാണല്ലോടാ, പുതിയ റെസ്റ്റോറന്റ് ആരംഭിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് ചെക്ക് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ആഹാ, ഇത് കൊള്ളാലോ, ബ്ലാങ്ക് ചെക്ക്, എന്തായാലും നീ ഭാഗ്യവാനാണെന്നൊക്കെ പറയാണ് അവൻ. ഇനിയിപ്പോ ശ്രീകാന്ത് എന്ത് നോക്കാനാ, നിനക്ക് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് അങ്ങ് ആരംഭിച്ചൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട്,
നിനക്ക് വേറെ പണിയൊന്നുമില്ലേടാ? മറ്റുള്ളവരുടെ കാശിലല്ല ഞാൻ സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് ആരംഭിക്കണമെന്ന് വിചാരിച്ചത്. എടാ എന്തായാലും നിന്റെ അമ്മായിപ്പന്റെ കാശല്ലേ, അതില് നിനക്കും അധികാരമില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഇത് ഡൗറി വാങ്ങുന്നത് പോലെയാണ്, ഇതിൽ പരം കേവലമായിട്ടുള്ള വേറൊരു കാര്യമില്ല. ഇതിനൊക്കെ ആ വർഷയെ പറഞ്ഞാൽ മതി. നീ കുറച്ചു നേരം ഒന്ന് നോക്കി, ഞാൻ ഇപ്പൊ വരാ എന്നുള്ള കാര്യം പറയണേ. നീ എങ്ങോട്ടാ പോകുന്നുള്ള കാര്യം അവൻ ചോദിക്കുമ്പോഴേക്കും ഇപ്പൊ വരാന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് വർഷയെ കാണാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങുവാണേ. വർഷ ഡബിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് എത്തുന്നത്. പുറത്തെത്തി ശ്രീകാന്ത് ഫോണിൽ വിളിക്കുന്നുണ്ടേ. ഫോൺ ബെല്ലടിയുന്നതുകൊണ്ട് തന്നെ വർഷ നോക്കുന്നുണ്ട് ആരാന്നുള്ള കാര്യം. പെട്ടെന്ന് ഡയലോഗ് ഒന്ന് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് എന്ത് പറ്റി എന്നുള്ള കാര്യം അവർ ചോദിക്കുമ്പോൾ അതൊരു കോള് വന്നത് സാർ എന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ ഫോൺ എടുത്തോളൂ എന്നിട്ട് ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല കുഴപ്പമില്ല, എന്റെ ഹസ്ബൻഡാണ്, ഞാൻ പിന്നീട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ശ്രീകാന്ത് വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് തന്നെ ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ്. സ്റ്റുഡിയോന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറുവാണ്, അതും വർഷ ഡബിങ് ചെയ്യുന്ന ഉള്ളിലേക്ക്. എന്നിട്ട് ആ ചെക്ക് വർഷയ്ക്ക് നേരെ എറിഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ്. ശ്രീകാന്ത് ചെയ്യുന്ന ആ പ്രവൃത്തി കണ്ടിട്ട് നീ എന്താ ശ്രീകാന്ത് ഇഡിയറ്റ് പോലെ കാണിക്കുന്നത്, നിനക്ക് അറിയില്ല ഇത് ഡബ് ചെയ്യാന്നുള്ള സ്ഥലം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ശ്രീകാന്ത് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അത് എന്താന്നുള്ള കാര്യം നോക്കുന്നത്. എടുത്തു നോക്കുമ്പോൾ ബ്ലാങ്ക് ചെക്കാണ്. ഇത് അച്ഛന്റെ ചെക്കാണല്ലോ എന്നുള്ള കാര്യം നോക്കിയിട്ട് ആളും പുറത്തേക്ക് പോകുന്നുണ്ട്. എന്ത് പറ്റി വർഷ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ല സാർ, ഒരു 5 മിനിറ്റിൽ വരാം എന്ന് പറഞ്ഞിട്ട് വർഷ പുറത്തേക്ക് ചെല്ലുവാണ്. വർഷ പുറത്തേക്ക് വരുമ്പോഴേക്കും ശ്രീകാന്ത് ബൈക്ക് എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷെ ശ്രീകാന്തിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇതെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ അച്ഛന്റെ സ്ത്രീധനാന്നുള്ള കാര്യം പറയുകയാണെ. നീ എന്തൊക്കെയാ ശ്രീകാന്ത് പറയുന്നതെന്ന് വർഷ ചോദിക്കുമ്പോൾ നിന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങള് നിന്റെ വീട്ടിൽ പറയരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച്, നിനക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധി വരില്ല എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇപ്പൊ ശ്രീകാന്തിനാണ് ബുദ്ധി ഇല്ലാത്തത്. ആദ്യം നടന്ന സംഭവം എന്താന്ന് വെച്ചാൽ പറ, നിന്റെ അമ്മ എന്നെ കുറിച്ചിട്ട് എന്താ വിചാരിക്കുന്നത്, നിന്റെ അടുത്ത് ഞാൻ പണം വേണമെന്നുള്ള കാര്യം പറഞ്ഞു, റെസ്റ്റോറന്റ് ആരംഭിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ബ്ലാങ്ക് ചെക്ക് തന്നിട്ട് പോകുന്നു. ഞാൻ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് റെസ്റ്റോറന്റ് ആരംഭിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, എപ്പോഴാണ് കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ആദ്യം റെസ്റ്റോറന്റ് ആരംഭിക്കട്ടെ ശ്രീകാന്ത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടപ്പോ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും, ഞാൻ നിന്റെ അടുത്ത് ഹെൽപ്പ് വേണമെന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ആദ്യം നീ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് ശ്രീകാന്ത് വീണ്ടും ചോദിക്കുമ്പോൾ ഇതില് എന്താ ഉള്ളത്, എന്തായാലും റെസ്റ്റോറന്റ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ പണം വേണ്ടേ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ അത് എന്റെ കാര്യങ്ങളാണ്, ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് പോലും പണം മേടിക്കരുത് എന്നുള്ള കാര്യമാണ് ആഗ്രഹിക്കുന്നത്, പിന്നെ നിന്റെ അച്ഛൻ്റെ അടുത്ത് മേടിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വാങ്ങി എന്താ കുഴപ്പമെന്നാണ് വർഷ ചോദിക്കുന്നത്. ശ്രീകാന്തിനായിട്ട് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ചേച്ചിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ അതൊക്കെ മേടിക്കും. എന്നാൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ ലോണിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം, അതൊന്നും നടക്കുമെന്നുള്ള കാര്യം അറിയില്ല എന്ന് വർഷ പറയുമ്പോൾ അതൊക്കെ നമ്മുടെ പ്രശ്നമാണ്, അത് ഞാൻ നോക്കിക്കോളാം. ഇതൊക്കെ നീ എന്തിനാ നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞത്, നിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് അവരവരുടെ ഇഷ്ടത്തിന് ചെക്ക് തന്നിട്ട് ഒന്നും പറയാതെ അങ്ങ് പോകുന്നു. അങ്ങനെ അമ്മ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് പോകണം, അല്ലാതെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കാണോ വരേണ്ടത് എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ നീയാണല്ലോ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അയച്ചത്, പിന്നെ എനിക്കതല്ലേ പണി, ഞാൻ ഒരിക്കലും കാശൊന്നും ചോദിച്ചിട്ടില്ല, എന്റെ ചെലവിന് പോലും ഞാൻ വീട്ടുകാരുടെ അടുത്ത് നിന്ന് പണം ചോദിക്കാറില്ല, പിന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കാശ് ചോദിക്കുമോ, അവര് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് തരണം തോന്നിയിട്ട് തന്നതായിരിക്കും, നിനക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്ത് വേണമെങ്കിൽ അത് കയറി പറിച്ച് കളാ, ആവശ്യമില്ലാതെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്, ഇനി ഒരു തവണയും കൂടി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് വെറുതെ സീൻ ഉണ്ടാക്കരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് വർഷം ഉള്ളിലേക്ക് കയറി പോവാണ്. ആദിയെയും അതുപോലെ തന്നെ അമ്മമ്മയാണ് കേട്ടോ. ആദിയുടെ ബർത്ത്ഡേ ദിവസമാണ്. അന്ന് ശ്രുതി വരുന്നതും കാത്ത് ആദ്യ റോട്ടിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ നീ എന്താണ് നിന്റെ ഫ്രണ്ട്സ് വരുന്നത് കാത്തു നിൽക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, അമ്മ വരുന്നത് നോക്കി നിൽക്കുവാണ്, അമ്മ വന്നിട്ടില്ലെങ്കിൽ എനിക്കിത് ബർത്ത്ഡേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആള് വാശി പിടിച്ച് നിൽക്കുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. വന്ന ഉടനെ തന്നെ ആദ്യം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ മതിലൊക്കെ ചാടിയിട്ട് അമ്മയ്ക്ക് അരികിലേക്ക് ചെല്ലുവാണ്. എടാ സൂക്ഷിച്ചു പോടാ എന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ അമ്മനെ കണ്ട് ആ സന്തോഷത്തില് ആള് അടുത്തേക്ക് ചെല്ലുവാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആദ്യം എന്ന് പറയുമ്പോഴേക്കും താങ്ക് യു പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നിനക്കെങ്ങാനും ഇനി വരാൻ പറ്റാതെ വരുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്ന് അമ്മമ്മ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എന്റെ മോന്റെ ബർത്ത്ഡേക്ക് ഞാൻ വരാതിരിക്കോ. അങ്ങനെ 3 പേരും കൂടി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഉള്ളിലേക്ക് കയറുവാണ് കേട്ടോ. ആദ്യം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അമ്മയെ വലിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. എടാ പതിയെ വലിയടാ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അമ്മ ഇന്ന് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വരും, അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇതാണ് എന്റെ അമ്മ എന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറയും. അമ്മ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഭയങ്കരമായിട്ട് എന്നെ കളിയാക്കാറുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ മുഖത്ത് ഒരു വ്യത്യാസമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അമ്മമ്മ പറയുന്നത് ഇന്നലെ രാത്രി മുഴുവൻ അവൻ നിന്നെ കുറിച്ച് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതാ ഇപ്പൊ നീ വരുന്നത് വരെ അവൻ പുറത്ത് കാത്തു നിൽക്കായിരുന്നു, നീ വരുന്നത് നോക്കി. അത് കഴിഞ്ഞ് ശ്രുതിയാണെങ്കിൽ ആദിയുടെ അടുത്ത് പറയുന്നുണ്ട്, ആദി ഇപ്പൊ നീ ഞാനാണ് നിന്റെ അമ്മ എന്നുള്ള കാര്യം ആരോടും പറയരുത്, ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഒരു 1 hour കഴിഞ്ഞിട്ട് പറഞ്ഞോട്ടെ എന്നുള്ള കാര്യം
ആദ്യം ചോദിക്കുമ്പോ അതല്ലടാ, ഞാനാണ് നിന്റെ അമ്മ എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് വരെ നീ ആരോടും പറയരുത്. പിന്നെ അമ്മയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശരി, ഞാൻ അമ്മ ആരോടും പറയില്ല എന്ന് പറയണേ. ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. ഇത് നോക്ക് ആദ്യം, നിനക്ക് വേണ്ടിയിട്ട് നീ പറഞ്ഞ ഡ്രസ്സ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്, ഇഷ്ടായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ ഇഷ്ടായി അമ്മേ, ഞാൻ ഇട്ടിട്ട് വരാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോവാണ്. ആദ്യം അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം അമ്മമ്മ പറയുന്നുണ്ട് കേട്ടോ, നീയാണ് അമ്മ എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷം അവൻ എപ്പോ നോക്കിക്കഴിഞ്ഞാലും നിന്നെ കുറിച്ചുള്ള സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ. അവൻ പഠിച്ച് വലുതായിട്ട് ജോലിയൊക്കെ മേടിച്ചിട്ട് നിനക്ക് അത് മേടിച്ചു തരും ഇത് മേടിച്ചു തരും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എങ്കിലും എന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന്, അവൻ അമ്മയാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടും നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവന് പറ്റുന്നില്ലല്ലോ. അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണെന്നുണ്ടെങ്കിലും അവൻ കാര്യങ്ങളൊക്കെ അറിയണം. നീ കല്യാണം കഴിച്ചു എന്നുള്ള കാര്യം അവൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അതൊക്കെ സമയമാകുമ്പോ ഞാൻ പറഞ്ഞോണ്ട്. എങ്കിലും കല്യാണി എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. നിന്റെ വീട്ടിൽ നീ എന്ന സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എപ്പോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അമ്മ ഇതിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ ഒരുപാട് പ്രശ്നത്തിലാണ് ഉള്ളത്. ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെ സുധീരുടെ അടുത്ത് എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം അറിയും. എത്ര നാളെന്ന് വെച്ചിട്ട് കല്യാണി ഇങ്ങനെയൊക്കെ നടക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അമ്മ ചിന്തിക്കേണ്ട കാര്യമില്ല. എപ്പോ എന്ത് പറയണമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാന്നൊക്കെ പറയുമ്പോഴേക്കും ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞു വരുന്നുള്ള കാര്യം നീ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് വിമല തുടങ്ങുമ്പോഴേക്കും ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ആള് ദേഷ്യപ്പെടുവാണേ. ശരി, ഞാൻ ഒന്നും പറയുന്നില്ല, പക്ഷെ ഒരു കാര്യം കല്യാണി നീ മനസ്സിലാക്കിക്കോ, ഒരുപാട് നാള് ഈ സത്യം നിനക്ക് മറച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല. എന്തായാലും നീ ഇരിക്കും, കഴിക്കാൻ ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ വിമല. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആദ്യം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അമ്മയെ ഞാൻ തനിയിട്ടു, എങ്ങനെ രസമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണേ. അത് കഴിഞ്ഞ് വിമല അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും കേക്ക് വന്നോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. അതൊക്കെ വന്നിട്ടുണ്ട്, അവര് കൊടുത്തു പോയിട്ടുണ്ട്, ഉള്ളിലുണ്ടെന്നുള്ള കാര്യം പറയാണ്. ചോക്ലേറ്റ് അല്ലേ എന്നുള്ള കാര്യം ആദ്യം ചോദിക്കുമ്പോഴേക്കും എടാ ചോക്ലേറ്റ് അല്ലടാ കേക്ക് ആണെന്ന് പറയണേ. അയ്യോ അമ്മമ്മേ, ചോക്ലേറ്റ് ഫ്ലേവർ അല്ലേന്ന് ഞാൻ ചോദിച്ചത്. എടാ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല, നിന്റെ അമ്മ എന്റെ അടുത്ത് മേടിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു, അത് ഞാൻ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയണേ. അപ്പോഴേക്കും ആദ്യയുടെ ഫ്രണ്ട്സും അവരുടെ അമ്മമാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അടുത്തുള്ള ആൾക്കാരാണ് കേട്ടോ. അവര് കല്യാണിയെ കണ്ടിട്ട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോ ഈടായിട്ട് നിന്നെ ഇങ്ങോട്ട് കാണുന്നേ ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ജോലി കൂടുതലാണെന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത്. നിന്റെ അമ്മയും അതുപോലെ തന്നെ ആദ്യം ഇവിടുത്തെ അനിശല്ലേ ഉള്ളത്, അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിന്നൂടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിമല പറയുന്നുണ്ട്, നമ്മുടെ നാട് ഇതല്ലേ, ഞാൻ പിന്നെ എങ്ങോട്ടേക്ക് പോവാനാണ്. അതേസമയം കുട്ടികളെല്ലാരും കൂടി ചേർന്ന് സംസാരിക്കുന്നുണ്ട്. ആരുടെ നിനക്ക് ഈ ഡ്രസ്സ് മേടിച്ചു തന്നെന്നുള്ള കാര്യം അതിലെടുത്ത് ചോദിക്കുന്നുണ്ട്. എന്റെ അമ്മ എന്നുള്ള കാര്യം ആദ്യം പറയാണ്. അപ്പോഴേക്കും ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആദ്യം. ശ്രുതി ഇങ്ങനെ തല ഉണ്ടാക്കുമ്പോ എന്റെ ആന്റിയെ മേടിച്ചു തന്നെന്നുള്ള കാര്യം ആദ്യം എല്ലാവരോടും പറയണേ. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടടാ, നീ സ്കൂളിലേക്ക് ഇതിട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ ബർത്ത്ഡേ ഇന്ന് കഴിയല്ലോ, അതുകൊണ്ട് ഉള്ള ഫംഗ്ഷൻ ഇട്ട് വരാം എന്നുള്ള കാര്യം ആദ്യം പറയാണ്. കല്യാണി എല്ലാവരും വന്നില്ലേ, ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ കേക്ക് കട്ട് ചെയ്യാം, കത്തിയും മെഴുകുതിരിയൊക്കെ അതിനകത്ത് തന്നെ ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം അതിനകത്തുണ്ട്, നീ എടുത്തിട്ട് വാ എന്ന് പറയണേ. അപ്പോൾ ശ്രുതി കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ കേക്കൊക്കെ വെച്ച് സെറ്റ് ആക്കുവാണ്. കത്തി മാത്രം ഉള്ളിലായി പോവാണ്. ഞാൻ അത് എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോഴേക്കും ചോക്ലേറ്റും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി വീണ്ടും അത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. രണ്ടുപേരും കാർ നിർത്തിയിട്ട് ഉള്ളിലേക്ക് കയറി ഇങ്ങനെ അവിടെ മുറ്റത്ത് തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. ഉള്ളിലെന്തോ ഭയങ്കര ആൾക്കാരുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇവിടെ എന്തോ ഫംഗ്ഷൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ബലൂണൊക്കെ കെട്ടിയിട്ടുണ്ട്, അറിയില്ല, എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചിൻ രേവതിയും കൂടി അങ്ങ് കയറി വരുവാണ്. അതേസമയം പിള്ളേർ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അതിന് രണ്ടുപേരും കൂടി കയറി വരുമ്പോഴേക്കും ആദ്യയുടെ ഫ്രണ്ട്സും കൂടി കളിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആദ്യമാണെന്നുണ്ടെങ്കിൽ സച്ചിയും അതുപോലെ രേവതിയും കണ്ടിട്ട് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എടാ ആദ്യം സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ആദ്യം അങ്ങ് എടുക്കുവാണ്. എന്താ ആദ്യം നിനക്ക് സുഖമല്ലേ? നന്നായിട്ടിരിക്കുന്നു അങ്കിൾ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം വിമല അവിടുന്ന് കാണുവാണ്. വിമല ഇത് കണ്ടിട്ട് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് കത്തിയൊക്കെ എടുത്തിട്ട് ശ്രുതി വരുമ്പോ അമ്മ എന്താ ഈ നോക്കുന്നതെന്നുള്ള കാര്യം നോക്കിക്കൊണ്ട് സച്ചിയും രേവതിയും നോക്കുമ്പോഴാണ് അവർ രണ്ടുപേരും കൂടി വന്നത്. അതിനിടയ്ക്ക് ആദ്യം അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ നീ ഈ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇന്ന് എന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രണ്ടിലെ രേവതി നമ്മൾ കറക്റ്റ് ദിവസമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ആദ്യക്ക് പിറന്നാൾ ആശംസകളൊക്കെ നേരുന്നുണ്ട്. അവരെ കണ്ടോടെ തന്നെ വേഗം അടുക്കളയിലേക്ക് ഓടുന്നുണ്ട് കേട്ടോ ശ്രുതി. അങ്ങനെ വിമല സച്ചിക്കും രേവതിക്കും അരികിലേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട്. വാ സച്ചി വാ രേവതി എന്ന് പറയണേ. അല്ല നിങ്ങളെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇന്ന് ആദിയുടെ ബർത്ത്ഡേ ആണല്ലേ എന്നുള്ള കാര്യം രേവതി തിരിച്ച് അങ്ങോട്ടേക്ക് ചോദിക്കുമ്പോ അതെ, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് എല്ലാവരും കൂടി വന്നിരിക്കുന്നത്. നിങ്ങളെയും വിളിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ജോലി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാ വിളിക്കാണ്ടിരുന്നെന്ന് പറയണേ. അതിനെന്താ, ഞങ്ങൾ കറക്റ്റ് ദിവസം തന്നെ വന്നില്ലേ. ഞാൻ രേവതിക്ക് സാരി മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കുട്ടികളുടെ ഡ്രസ്സ് കണ്ടപ്പോഴാണ് ആദ്യം ഓർമ്മ വന്നത്. എന്തായാലും അവന് ഡ്രസ്സ് മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുതരാം എന്നുള്ള കാര്യം വിചാരിച്ചു. എന്തായാലും സാധാരണയായിട്ട് മേടിച്ചതാണ്, ഇന്നിപ്പോ ആദ്യന്റെ പിറന്നാളിന് ഗിഫ്റ്റ് ചെയ്യുന്നത് പോലെ ആയി എന്നുള്ള കാര്യം പറയാൻ കേട്ടോ സച്ചി. അത് കഴിഞ്ഞ് ആദ്യക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി. ഇത് ഇഷ്ടമായോ എന്നുള്ള കാര്യം
കാര്യം ചോദിക്കുമ്പോൾ ആദ്യം ഇഷ്ടമായി എന്ന് പറയാണ്. എന്നിട്ട് ഡ്രസ്സ് വേഗം അമ്മാമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കേക്കെല്ലാം റെഡി ആണല്ലോ, കട്ട് ചെയ്താലോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ നോക്കുവാണ്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കുവാണ്. അപ്പോഴും ആദ്യം നോക്കുന്നത് കാണുമ്പോൾ നീ എന്താണ് അങ്ങോട്ട് നോക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, അവൻ കേക്ക് കട്ടാനായല്ലോ അതായിരിക്കും നോക്കുന്നത് എന്നുള്ള കാര്യം വിമല പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം നമ്മുടെ സച്ചി അങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് കേക്ക് മുറിക്കാടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അമ്മ എന്ന് പറഞ്ഞു പറയണേ. ഇല്ല, അവൻ കേക്ക് കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. കേക്ക് കട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഞാൻ പോയിട്ട് പ്ലേറ്റ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വിമല പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അവിടെ ശ്രുതി ഉണ്ടല്ലോ. പ്ലേറ്റ് എടുത്തതിന് ശേഷം ശ്രുതിയുടെ അടുത്ത് ഞാൻ എന്താ ചെയ്യാന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഇനി എല്ലാം അമ്മ തന്നെ അങ്ങ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കലിപ്പിൽ നിൽക്കുവാണ് കേട്ടോ ശ്രുതി. അപ്പോഴേക്കും വിമല അവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് വിമല എല്ലാവരുടെ അടുത്തും കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോഴും ആദ്യയുടെ മുഖം എന്തോ ഒരു പോലെയുണ്ട്. നീ എന്താണ് മുഖം ഇങ്ങനെ വെച്ചിരിക്കുന്നത്, നിന്റെ പിറന്നാൾ ദിവസമല്ലേ സന്തോഷമായിട്ടിരിക്കണ്ടെന്നൊക്കെ സച്ചി പറയുമ്പോഴും ആദ്യം അമ്മ അല്ല ആന്റി എന്നൊക്കെ പറയുവാണേ. അത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ അമ്മ ഒന്ന് പുറത്തേക്ക് വരുമോ, എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറയണേ. ഈ സമയത്ത് എന്ത് സംസാരിക്കാനായെന്ന് രേവതി ചോദിക്കുമ്പോൾ ആന്റി വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പുറത്തേക്ക് പോകണേ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പുറത്തുനിന്ന് അവരെന്താ സംസാരിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കേൾക്കുവാണേ. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം എന്താ സച്ചി എന്ന് ചോദിക്കാണ് കേട്ടോ വിമല. ആദ്യയുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാണ്. അവന്റെ ആന്റിയെ കാണണം, അവന്റെ ആന്റിയാണല്ലോ അവന്റെ അമ്മയെ പോലെ കാണുന്നത്. അവൻ എന്തായാലും അമ്മയില്ല. നിങ്ങളുടെ മകൾക്കൊന്ന് വന്നുകൂടായിരുന്നോ ഈ പിറന്നാളിനെങ്കിലും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾക്ക് ജോലി തിരക്ക് എന്നൊക്കെ പറയുന്നുണ്ടേ. നിങ്ങൾ അമ്മയും മകനെ ഇവിടെ ഇട്ടിട്ട് നിങ്ങളുടെ മോള് അവിടെ പോയിട്ട് എന്ത് സമ്പാദിക്കാനാന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അവളുടെ അവസ്ഥ അങ്ങനെയാണെന്നൊക്കെ വിമല പറയുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇട്ടിട്ട് നിങ്ങളുടെ മകള് അവിടെ പോയിട്ട് എന്ത് സമ്പാദിക്കാനാന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും അവളുടെ അവസ്ഥ അങ്ങനെയാണെന്ന് പറയണേ. അവൾക്ക് അതിന് മാത്രം എന്തവസ്ഥയാണെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. എന്തായാലും അമ്മയുടെ മകളെ വിളിച്ചു തരും, ഞാൻ സംസാരിക്കാന്ന് പറയുമ്പോ ഇല്ല അവൾ പിന്നൊരു ദിവസം വരുമെന്ന് പറയണേ വിമല. എന്താ ആന്റി നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, അന്ന് ആദ്യക്ക് അപകടം പറ്റിയപ്പോഴും വന്നില്ല. നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആന്റി ഫോൺ ചെയ്തിട്ടാ ഞാൻ സംസാരിക്കാന്ന് പറയണേ സച്ചി വീണ്ടും. അപ്പോഴും വിമല അങ്ങനെ മടിച്ചു നിൽക്കുവാണേ. സച്ചിയുടെ അടുത്ത് രേവതി പറയുന്നത് സച്ചിയേട്ടൻ വെറുതെ ചൂടായിട്ട് ഓരോ കാര്യങ്ങൾ പറയും, എന്തായാലും നിങ്ങൾ സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം, എന്നിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആന്റി ഫോൺ ചെയ്ത് തായെന്ന് പറയാണേ. വേണ്ട, അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം, ഇപ്പൊ എന്തായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോൾ നിക്ക് ആന്റി, ഈ പ്രായത്തില് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോരം വിഷമം ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ അവന്റെ മുഖം എന്ത് വിഷമത്തിലാണുള്ളത്. തൊടുത്ത് രേവതിയും പറയുന്നുണ്ട് വീണ്ടും ആന്റി എന്റെ അടുക്ക് ഫോൺ ചെയ്ത് തന്നാൽ മതി, ഞാൻ അവളുടെ അടുത്ത് പക്വതയോട് കൂടി പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഇല്ല അവൾ വരില്ല എന്ന് പറയാണേ. അതെന്താന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ, സ്വന്തം അമ്മയും അതുപോലെ തന്നെ ചേട്ടന്റെ മകനെയും കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത് അവൾക്ക് ഇഷ്ടമല്ലാത്തത്. ഇത് കേട്ടിട്ട് വിമല കുറച്ചു നേരം ഇങ്ങനെ തപ്പി കളിക്കുന്നുണ്ടെങ്കിലും അവസാനം പറയാണ് കേട്ടോ, എന്റെ മകളുടെ മകനാണ് ഈ ആദി എന്നുള്ള കാര്യം, എന്ന് വെച്ചാൽ ശ്രുതിയുടെ മകനാണ് ആദി എന്നുള്ള സത്യം സച്ചിയും അതുപോലെ രേവതിയും അറിയിക്കുകയാണ്. ഇതെല്ലാം ശ്രുതി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. അമ്മയെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് കേട്ടോ ശ്രുതി അവിടെ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മകളാണോ ഇവന്റെ അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, പിന്നെന്തിനാണ് ആന്റി എന്ന് പറഞ്ഞ് വളർത്തുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവള് അങ്ങനെ പറഞ്ഞ് വളർത്താനാ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തൊരു അന്യായമാണ്, സ്വന്തം പെറ്റ അമ്മ ആന്റി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വളർത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മകള് എന്തൊരു മകളാണ്. എല്ലാം എന്റെ തെറ്റ് തന്നെയാണ് രേവതി. എന്റെ ഭർത്താവ് മരിച്ച സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് കടം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തില് എന്റെ മകൾക്ക് പെണ്ണ് അന്വേഷിച്ചുകൊണ്ട് ഒരു പണക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് എന്റെ മകളെക്കാൾ പ്രായം കൂടുതലായിരുന്നു. എന്റെ മകൾക്ക് 19 വയസ്സായിരുന്നു. എന്റെ മകളെ ഞാൻ നിർബന്ധിച്ചിട്ട് അയാൾക്ക് കല്യാണം കഴിപ്പിച്ചു വെച്ചു. അപ്പോ ആദിയുടെ അച്ഛനോ എന്ന് രേവതി ചോദിക്കുമ്പോ കൃഷി ജനിച്ച് കുറച്ചു നാൾക്കുള്ളിൽ തന്നെ അയാൾക്ക് സുഖമില്ലായ്മ വന്നിട്ട്